അല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ നിങ്ങൾ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈ രാത്രിയിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ കുരിശിനെ കുറിച്ചും ചിന്തിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിന്റെ കുരിശിലൂടെ നമുക്ക് കൈവന്ന മഹാഭാഗ്യങ്ങളെ ഞാനൊരു 4 ദിശയിൽ ദൈവം നമ്മളെ എങ്ങനെയാണ് യേശുവിന്റെ കുരിശിലൂടെ അനുഗ്രഹിച്ചത് എന്നതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് കർത്താവിന് വലിയ സന്തോഷമാണ്. നിങ്ങള് മൈക്കിൾ പനച്ചിക്കലച്ചന്റെ പേര് കേട്ടിട്ടുണ്ടാവും. ക്രിസ്തീയ ഗാന രചയിതാവാണ് അദ്ദേഹം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തുമായി ബന്ധപ്പെട്ട് വിൻസേഷൻ വൈദികനാണ്. നായ്ക്കമ്പറമ്പിലച്ഛൻ ഒക്കെ ആ കാലഘട്ടം മുതൽ സുവിശേഷ വേല ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്. നല്ല കർത്താവിന്റെ കൃപയുള്ളൊരു വൈദികനാണ് ഈ അച്ഛൻ. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹം സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി കൗൺസിലിങ്ങിനിരിക്കുന്ന സമയത്ത് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, അച്ഛാ, അച്ഛന്റെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ഡബ്ലിനിൽ ലോക മത സമ്മേളനത്തിൽ 3 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. സിസ്റ്റർ പറയാണ്, അതല്ല, അത് കേരളത്തിലാണെന്ന് പറഞ്ഞു. കേരളത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ഈ കോട്ടയം ഭാഗത്തെ കണ്ടാണ്, ഇവിടെ കണ്ടാണത്. എനിക്ക് കൃത്യ സ്ഥലം അറിയാൻ പാടില്ല. സംഭവം ഇതാണ്. ഈശോയ്ക്ക് ഏറ്റവും മൈക്കിൾ പനച്ചിക്കലച്ചൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ സ്വർഗം കൈയടിച്ചത് 3 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു പ്രസംഗത്തിലാണ്. അതിന്റെ സാഹചര്യം ഇതാണ്. 3 മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് മത സൗഹാർദ്ദ സമ്മേളനം നടക്കുന്ന സമയത്ത് 2 മതത്തിൽപ്പെട്ട വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസം ശക്തിയോടെ പ്രഘോഷിച്ചു. ക്രിസ്ത്യാനിക്ക് ഒരു ഗുണമുണ്ട്, എവിടെ ചെന്നാലും കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് ക്രിസ്ത്യാനി അവിടെ ഇവിടെ തൊടാതെ എല്ലാം ഒന്നാണെന്ന രീതിയിൽ ആർക്കും വേദനിക്കല്ലോ എന്ന് ഓർത്തിട്ട് പ്രസംഗിച്ചു. മൈക്കിൾ പനച്ചിക്കലച്ചൻ കാണികളുടെ കൂട്ടത്തിരിക്കുകയാണ്. അച്ഛന്റെ ചോര തിളച്ചു കയറി. കാരണം ബാക്കി 2 പേരും ബാക്കി 2 മതവിശ്വാസത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളും അവരുടെ വിശ്വാസത്തെ ശക്തമായിട്ട് അവതരിപ്പിച്ചു. നമ്മൾ വളയുമല്ലോ, എവിടെയും നമ്മുടെ നട്ടല്ല എവിടെയും വളയുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ആർക്കും നോവാൻ പാടില്ല, നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെ വളരെ സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളവളാന്ന് പറഞ്ഞു. ചെതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഒരു സഹോദരിയോട് ചോദിച്ചു, എന്താണ് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് ചേർന്നെന്ന് ചോദിച്ചു. എനിക്കറിയാവുന്നൊരു സംഭവം ഞാൻ പറയുകയാണ്. അപ്പൊ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പം പുതിയതായിട്ട് ചേർന്ന മതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനാണ്, അതിന് വേറെ മാറ്റമൊന്നുമില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനാണ്. എന്നാ ഞാൻ ഏത് മതത്തിൽ നിന്ന് വന്നോ ആ ക്രിസ്തീയ മതത്തിൽ അത് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. മനസ്സിലായി? ഇതിനാണ് വളവള എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒത്തിരി മക്കൾ മതത്തിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും അങ്ങനെ അത് ചെയ്താലും കുഴപ്പമില്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല, ആരും നോവിക്കാതിരുന്നാ മതി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ക്രിസ്ത്യാനി അങ്ങനെ വളവള പറയുന്ന നീ മാരക പാപത്തിലാണ്. ഒന്നുകിൽ സത്യം ഏതാണെന്ന് അറിയണം, സ്വീകരിക്കണം, വിശ്വസിക്കണം, പ്രഖ്യാപിക്കണം. സത്യമാണെങ്കിൽ അതിനുവേണ്ടി മരിക്കണം. അല്ലെങ്കിൽ പിന്നെ സത്യമാണെന്ന് പറയാൻ പോവരുത്. മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ ഈ ലോക ഇടരുത്, സിസ്റ്റർമാർ അവരുടെ കുപ്പായ ഇടരുത്, അല്ലെങ്കിൽ പിന്നെ വേദോസ്തവം പിടിക്കരുത്, പള്ളി പോകരുത്, കുരിശ് വരയ്ക്കരുത്, മാമോദീസ മുങ്ങരുത്. മുങ്ങിയാൽ അതിനുവേണ്ടി ജീവിക്കണം, മരിക്കണം. മനസ്സിലായോ? അല്ലാതെ അങ്ങനെ ആവാം, ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ ഉള്ളൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ സങ്കടമാണ് ഞാനീ പറയുന്നത്. അതായത് എങ്ങനെയും ആയാ മതിയായിരുന്നെങ്കിൽ പാവം തോമാശ്രീകായുടെ ചങ്കിനകത്തോട്ട് കുന്തമറിയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്ങനെയും ആയാ മതിയായിരുന്നെങ്കിൽ ഫ്രാൻസിസ് സേവർ ഈ സുവിശേഷത്തിന് വേണ്ടി പാരീസ് സർവകലാശാലയുടെ പടിക്കെട്ടുകൾ ഇറങ്ങി വെളിയിലേക്ക് വന്ന് ഒരു കൈയിൽ കുരിശും മറുകൈയിൽ മണിനാദവുമായി തീരപ്രദേശങ്ങളിലേക്ക് നടന്ന് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞ് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്ങനെയും ആയാ മതിയായിരുന്നെങ്കിൽ മത്തായി ശ്ലീഹായെ 10 കൊണ്ട് അടിച്ച് കൊല്ലണ്ടായിരുന്നു.
എങ്ങനെയായാ മതിയായിരുന്നെങ്കിൽ മർക്കോസിനെ ഒരു കുതിരവണ്ടിയുടെ അറ്റത്ത് കെട്ടിയിട്ട് തെരുവീതി മുഴുവൻ വലിച്ചെടുത്ത് ശരീരം മുഴുവൻ ചോര വാർന്നൊഴുകി അവസാനം അങ്ങനെ മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോ തീക്കകത്തിട്ട് ചുട്ടുകൊല്ലണ്ടായിരുന്നു. എങ്ങനെയും മതിയായിരുന്നെങ്കിൽ വത്തിക്കാന്റെ വധക്കുന്നിൽ പത്രോസ് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. എങ്ങനെയും മതിയായിരുന്നെങ്കിൽ റോമാ ചക്രവർത്തിയുടെ നിർണായകമായ വാൾമുനത്തുമ്പിലേക്ക് കഴുത്ത് നീട്ടി വെച്ചുകൊടുക്കാൻ പൗലോസ് നിന്നു കൊടുക്കണ്ടായിരുന്നു. എങ്ങനെയും ആയാ മതിയായിരുന്നെങ്കിൽ ലിബിയയിലെ പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികള് 22 പേര് ജോൺ ജിഗാദി ജോണിന്റെ കത്തിമുനത്തുമ്പിൽ കുത്തിയെടുക്കപ്പെടാൻ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്ങനെയും മതിയായിരുന്നെങ്കിൽ. കള്ള ക്രിസ്ത്യാനി എങ്ങനെയും ആയ പോരാ. ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെയും ആയ പോരാ. ഇതിങ്ങനെ ഉള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട മക്കൾ, ആരെയും മുറിവേൽപ്പിക്കരുത്, ആരെയും അതിനുവേണ്ടി പീഡിപ്പിക്കരുത്. ആരെയും. ഞാനൊരു മനുഷ്യന്റെ പ്രഭാഷണം കേട്ടു. അദ്ദേഹം ഒരു മതാന്തര സംവാദത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് പ്രസംഗിച്ചത്? കഴിഞ്ഞ 2000 വർഷങ്ങളായി ഞങ്ങൾ ഈ മതത്തിന് വേണ്ടി ആരെയും കൊന്നിട്ടില്ല, ഇനി കൊല്ലുകയുമില്ല. പക്ഷെ ഈ മതത്തിന് വേണ്ടി ഞങ്ങൾ പലരും ചത്തിട്ടുണ്ട്. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ ഈ മതത്തിന് വേണ്ടി കഴിഞ്ഞ 2000 വർഷങ്ങളായി ആരെയും കൊന്നിട്ടില്ല, ആരെയും കൊല്ലത്തുമില്ല. പക്ഷെ ഞങ്ങൾ മരിക്കും. സത്യം പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങൾ അറിയേണ്ടതില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കോംപ്രമൈസ് ചെയ്യരുത്. അപ്പൊ അച്ഛന്റെ ചോര തിളച്ചു. കാരണം അച്ഛൻ ലോകം ഇട്ടത് അച്ഛൻ കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. കർത്താവാണ് സത്യം. അതിനുവേണ്ടിയാണ് അച്ഛന് ഈ ജീവിതം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അച്ഛന് സങ്കടമായി, അച്ഛന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോ അത് ഓർഗനൈസ് ചെയ്ത ആള് ചോദിച്ചു, ആർക്കെങ്കിലും കാണികൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് തരാന്ന് പറഞ്ഞു. അച്ഛൻ കൈവക്കി, എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് വിളിച്ച് മൈക്ക് കൊടുത്തു. മൈക്കിലൂടെ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് അയച്ച ദൈവപുത്രൻ. അത് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പറഞ്ഞപ്പോ അവിടെ ബഹളായി. മൈക്ക് കൊടുത്ത ആള് മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വർഗീയത പറയരുതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഒരു വർഗീയതയും പറഞ്ഞില്ലല്ലോ, അവര് പറഞ്ഞ പോലെ എനിക്ക് വിശ്വാസമുള്ള സത്യം പറഞ്ഞതേ ഉള്ളൂ. ബഹളായി. 15 വർഷം കഴിഞ്ഞ് സിഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ കൗൺസിലിംഗ് റൂമിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മൈക്കിൾ പനച്ചിക്കൽ അച്ഛാ, സ്വർഗം കൈയടിച്ചത് ആ 3 മിനിറ്റ് പ്രസംഗത്തിനാണ്. സത്യം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ജീവിക്കണം, സാക്ഷ്യപ്പെടുത്തണം, മരിക്കണം. എല്ലാവർക്കും മരിക്കാനുള്ള ഭാഗ്യം ദൈവം തരില്ലായിരിക്കും. പക്ഷെ ജീവിക്കാൻ പറ്റും.